Friends, welcome to today's class. Today we are discussing about another encryption technique, that is advanced encryption standard. Okay, in previous class we have studied data encryption standard. Today we are studying about advanced encryption standard. Okay, so this AES replaces DES. DES replace the best encryption method on advanced encryption standard. AES is a symmetric block cipher that is intended to replace DES as an approved standard for a wide range of application. Wide range application. AES, DES replace it's a symmetric block cipher, and it uses 128-bit block size and a key size of 128, 192, or 256 bits. Okay, ഇവിടെ fixed block size ആണ് plain text 128-bit block size use ചെയ്യുന്നത്. Key size നമുക്ക് എത്ര യൂസ് ചെയ്യാം, that is 128 maybe, അല്ലെങ്കിൽ 192 or 256 ഏത് key size യൂസ് ചെയ്യാം. So AES does not use a Feistel structure. Instead, each full round considers 4 separate functions. Okay. AES, DES based on Feistel cipher, but AES is not based on Feistel cipher. DES only substitution and permutation technique and AES techniques under, that is byte substitution, permutation, arithmetic operation of finite field, and XOR with a key. In our operations, byte substitution, permutation, arithmetic operations of finite field, and XOR with a key. Okay, in our operations, next time to പറയാം. Okay, AES parameters. AES use parameters are. So first നമ്മുടെ key size നമ്മൾ AES നെ ഏത് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, വേർഡ് ആയിട്ടും ബൈറ്റ് ആയിട്ടും ബിറ്റ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇനി ബിറ്റ് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിറ്റ്, സിംഗിൾ ബിറ്റ്, ഒരു 0 or 1 ഒരു ബിറ്റ് എന്ന് പറയാം. ഓക്കെ, ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ്സ് കൂടിയതാണ് ബൈറ്റ്സ്. വേർഡ് എന്ന് പറയുമ്പോൾ 32 ബിറ്റ്സ് കൂടിയതാണ് വേർഡ്. ഓക്കെ, ഇനി കീ സൈസ്, ഓരോ പാരാമീറ്റർ അതിന്റെ സൈസ് ആണ് പറയുന്നത്. ഫസ്റ്റ് കീ സൈസ് പറയാം. അപ്പോൾ ഇത് പറയുന്നത് ഈ ഒരു ടൈപ്പിലാണ്. ഓക്കെ, ബിറ്റ് കീ സൈസ് എത്ര ബിറ്റ് വരെ വരാം? 128 ബിറ്റ് ആവാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. 192 ആവാം, ആൻഡ് ഓൾസോ 256. ഇതിൽ ഏത് നമ്പർ ഓഫ് ബിറ്റ്സും കീ ആവാം. അപ്പോൾ അതിനെ ബൈറ്റ് ആയിട്ടും വേർഡ് ആയിട്ടും റെപ്രസെന്റ് ചെയ്തതാണ്. 128 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 128 ഡിവൈഡ് ബൈ 8 കൊടുക്കുമ്പോൾ get 16 bytes ആയിരിക്കും. അതെ, കാരണം ഒരു ബൈറ്റ് പറയുമ്പോൾ 8 ബിറ്റ് ആണ്. സോ 128 ബിറ്റ് പറഞ്ഞാൽ 16 bytes ആയിരിക്കും. ദെൻ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റ്സ് ആണ്. സോ 4 ആയിരിക്കും. 4 words ആയിരിക്കും 128 bits. So 4 into 32 we get 128. So 4 word ആണ് 128 bit. അപ്പോൾ വേർഡിന്റെ ബൈറ്റിന്റെ ബിറ്റിന്റെ ടേമിലാണ് എഴുതുന്നത്. ഇതും അതുപോലെ തന്നെ 192 വരുമ്പോൾ 24 ബൈറ്റ്സും 6 വേർഡും, 256 വരുമ്പോൾ 32 ബൈറ്റ്സും ആൻഡ് 8 വേർഡും. ഓക്കെ, ഇനി പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 128 ബിറ്റ്സ് ആണ് പ്ലെയിൻ ടെക്സ്റ്റ് വരുന്നത്. സോ അതുപോലെ തന്നെ 128 ബിറ്റ്സ് അതിന്റെ കറസ്പോണ്ടിങ് ബൈറ്റിലും വേർഡിലും റെപ്രസെന്റ് ചെയ്താണ് 128 ബിറ്റ്സ് ആണ് എല്ലാ കേസിലും പ്ലെയിൻ ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, കീ 192 ആണെങ്കിലും 128 ബിറ്റ്സ് ആണ്, കീ 256 ആണെങ്കിലും 128 ബിറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് റൗണ്ട്സ്, ഇവിടെ യൂസ് ചെയ്യുന്ന റൗണ്ട്സ് നമ്മൾ ഫീസ്റ്റൽ സൈഫറിൽ 16 റൗണ്ട്സ് അല്ലെങ്കിൽ DESൽ 16 റൗണ്ട്സ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ AESൽ ഓരോ നമ്മുടെ പ്ലെയിൻ കീന്റെ സൈസ് കൂടുന്തോറും നമ്മുടെ റൗണ്ട് കൂടും. സോ കീന്റെ സൈസ് 128 ആകുമ്പോൾ നമ്മുടെ റൗണ്ട്സ് 10 ആണ്. അതുപോലെ 192 ആകുമ്പോൾ റൗണ്ട് വിൽ ബിക്കം 12 ആൻഡ് 256 ആകുമ്പോൾ റൗണ്ട് വിൽ ബിക്കം 14. ഓക്കെ, ദെൻ റൗണ്ട് കീ സൈസ്. ഓക്കെ, റൗണ്ട് കീ സൈസ് ആണ്. റൗണ്ട് കീ സൈസ് എപ്പോഴും 128 ആണ് എപ്പോഴും റൗണ്ട് കീ സൈസ് വരുന്നത്. റൗണ്ട് കീ സൈസ് നമ്മൾ നോർമൽ കീ സൈസ് പറയുമ്പോൾ 128 ആണ്. ഇനി എക്സ്റ്റെൻഡഡ് കീ സൈസ്, അപ്പൊ കീ സൈസ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കേസ് വരുന്നുണ്ട് നമ്മൾ AES ചെയ്യുമ്പോൾ. സോ റൗണ്ട് കീ സൈസ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് സെയിം സൈസ് ആണ്, 128 തന്നെയാണ്, ഫിക്സ്ഡ് ആണ് ഫോർ എനി സൈസ് ഓഫ് കീയുടെ ഏത് സൈസിന് നമുക്ക് റൗണ്ട് കീ സൈസ് ഫിക്സ്ഡ് ആണ്. പക്ഷെ എക്സ്പാൻഡഡ് കീ സൈസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എൻക്രിപ്ഷനിൽ എക്സ്പാൻഡഡ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഓരോ കീ സൈസിലും ഡിഫറെന്റ് ആണ്. അപ്പൊ ബൈറ്റിലും വേർഡിലും ആണ് ഇവിടെ പറഞ്ഞത്. 176 ബൈറ്റ്സ് ആണ് ഇവിടുത്തെ. ഓക്കെ, ബിറ്റ്സ് ആണ് ഇവിടെ. കീ സൈസ് 128 വരുമ്പോൾ ഇവിടെ 208 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 240. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ AES പാരാമീറ്റേഴ്സ് വരുന്നത്. സോ AESൽ മെയിൻ ആയിട്ട് വേണ്ട കീ സൈസ്, പ്ലെയിൻ ടെക്സ്റ്റ്, നമ്പർ ഓഫ് റൗണ്ട്, പ്ലെയിൻ ടെക്സ്റ്റ് സൈസ്, കീ റൗണ്ട് കീ സൈസ് ആൻഡ് എക്സ്പാൻഡഡ് കീ സൈസ്. ഓക്കെ, ഇനി
ഡാറ്റ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ ഡാറ്റ യൂണിറ്റ് ഏത് രീതിയിൽ നമുക്ക് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാം. ബിറ്റ് ഇപ്പൊ 5 റെപ്രസെന്റേഷൻ ഉണ്ട് യൂണിറ്റ് ഡാറ്റനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്. 5 റെപ്രസെന്റേഷൻ ഉണ്ട്. ഒന്ന് ബിറ്റ്, ദെൻ ഇറ്റ് ഈസ് ബൈറ്റ്, ദെൻ വേർഡ്സ്, ദെൻ ബ്ലോക്ക് ആൻഡ് സ്റ്റേറ്റ്. ഇവിടെ മെയിൻ ആയിട്ട് സ്റ്റേറ്റ് ആയിട്ടാണ് ചെയ്യുക. അതായത് സ്റ്റേറ്റ് പറയുമ്പോൾ മെട്രിക്സ് ഫോമിലായിരിക്കും സ്റ്റേറ്റ് ആണ് ചെയ്യുക. അപ്പൊ ബിറ്റ് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ്, അതർ യൂണിറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റ് ടേം ഓഫ് സ്മോളർ വൺസ്. ഓക്കെ, ബിറ്റ് പറഞ്ഞാലാണ് സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ബിറ്റ്. നമുക്കറിയാം ബിറ്റ് പറഞ്ഞാൽ ഒരു സിംഗിൾ 0 അല്ലെങ്കിൽ 1 ബിറ്റ് എന്ന് പറയും. ഇനി ഇങ്ങനെ ഓരോന്നിനും ഓക്കെ, അപ്പൊ ബിറ്റ് നമുക്കറിയാം. ഈ ബൈറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ആണ് ബൈറ്റ്. സോ 1 ബൈറ്റ് ഇസ് ഈക്വൽ ടു 8 ബിറ്റ്. സോ അതിന് ഒരു റോ മെട്രിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോളം മെട്രിക്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം B0 to B7. 8 ബിറ്റ്സ് കൂടിയതാണ് 1 ബൈറ്റ്. ഇനി വേർഡിൽ നമ്മൾ പറഞ്ഞു 32 ബിറ്റ്സ് ആണ് 1 വേർഡ്. സോ നമുക്ക് ബൈറ്റിന്റെ ടേമിൽ എഴുതാം B0, B1, B2, B3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബൈറ്റ് ആയിട്ട് എഴുതുന്നത്. B0, B1, B2, B3. ദിസ് ഇസ് എ വേർഡ്. ഓക്കെ, അതിനെ റോ ആയിട്ടും കോൾ ആയിട്ടും എഴുതാം. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ, ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇത് ഒരു ബ്ലോക്ക് ആണ്. ഓക്കെ, ഫോർ എലമെന്റ്സ് 4 ബിറ്റ്സ് കൂട്ടിയ ബ്ലോക്ക്. ഇതൊരു ബ്ലോക്കാണ്, ഇതൊരു ബ്ലോക്ക്. അങ്ങനെ 4 ബ്ലോക്സ് ഇവിടെ വരുന്നുണ്ട്. ഈ ഓരോ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ ബ്ലോക്ക് B0, B1, B2, B3 അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഓക്കെ, 60 എലമെന്റ്സ് ഉണ്ടാവും. 0, 0, 0 മുതൽ 1, 1, 1 വരെ. അതുപോലെ ഇങ്ങനെ ഓരോന്നിന് വരുന്നതാണ് ഇതൊരു ബ്ലോക്ക്. ദെൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് എഴുതുക. അതായത് ഓരോന്നും 8 ബൈറ്റ് ആയിട്ടാണ് വരുന്നത്. 8 ബൈറ്റ്. സോ ഇതൊരു 8 ബൈറ്റ്, ഇതൊരു 8 ബൈറ്റ്, അങ്ങനെയാണ്. ഇതാണ് സ്റ്റേറ്റ്. സോ അതിനെ നമുക്ക് വേർഡിന്റെ രീതിയിൽ എഴുതാം. W0, W1, W2, W3 വേർഡ് ആക്കി എഴുതാം. സോ ദിസ് ഇസ് ദ സ്റ്റേറ്റ് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. സോ 0, 0, 0, 1, 0, 2, 0, 3 അങ്ങനെ 1, 0 അങ്ങനെ ഒരു മെട്രിക്സ് ഫോമിലാണ് നമ്മൾ സ്റ്റേറ്റ് എഴുതുക. ഓക്കെ, സോ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞു ബൈനറി വാല്യൂസ് 0, 1 ആണ് ബിറ്റ്. ബൈറ്റ് പറയുമ്പോൾ 8 ബിറ്റ്സ് ആണ്. വേർഡ് എന്ന് പറയുമ്പോൾ 32 ബിറ്റ്സ് ആണ് വേർഡ്. ഇനി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 128 ബിറ്റ്സ് ആണ്. അതിനെ മാട്രിക്സ് ഓഫ് 16 ബൈറ്റ്സ് മാട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ബ്ലോക്ക് പറയുമ്പോൾ 128 ബിറ്റ്സ് ആണ്. സോ ഓരോന്നും 16 ബൈറ്റ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ബ്ലോക്കിനെ പോലെ തന്നെ 16 ബൈറ്റ്സ് ആണ്. ട്രീറ്റഡ് ആസ് എ സിംഗിൾ മാട്രിക്സ് ഓഫ് 4x4 മെട്രിക്സ്. 4x4 മെട്രിക്സ് ആയിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റിനെ. ഇറ്റ്സ് ഓഫ് 16 ബൈറ്റ്സ്. 16 ബൈറ്റ് എന്ന് പറയുമ്പോൾ 128 ബിറ്റ്സ്. ഇത് 128 ബിറ്റ്സ് ആണ് അല്ലെങ്കിൽ 16 ബൈറ്റ് ആണ്. സോ ഓക്കെ, ഇതിന് ഓരോന്നും ഓക്കെ 16 ബൈറ്റ് ആണ്. സോ ഓരോന്നും ഓരോ ബൈറ്റ് ആണ്. ഇതൊരു ബൈറ്റ്, ഇതൊരു ബൈറ്റ്, ഇതൊരു ബൈറ്റ്, അങ്ങനെ 16 ബൈറ്റ്സ് ഉണ്ടാവും. 16 ബൈറ്റ് ഇസ് ഈക്വൽ ടു 128 ബിറ്റ്സ്. അങ്ങനെയാണ് സ്റ്റേറ്റ് വരുന്നത് 4x4 മെട്രിക്സിന്റെ രീതിയിൽ. ഈ AES സൈഫറിനെ കുറിച്ച് പറയാം. ദ സൈഫർ ടേക്സ് എ പ്ലെയിൻ ടെക്സ്റ്റ് ഓഫ് 128 ബിറ്റ്സ് ഓർ 16 ബൈറ്റ്. ഓക്കെ, ബൈറ്റിന്റെ ടേമിലും ബിറ്റിന്റെ ടേമിലും പറയാം. 128 ബിറ്റ്സ് അല്ലെങ്കിൽ 16 ബൈറ്റ്സ് ആണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കുന്നത്. അതിന്റെ കീ ലെങ്ത് മേ ബി 128, 192, 256. ഓക്കെ, അപ്പോൾ അതിന് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് കീ ലെങ്ത് നമുക്ക് AESന് എങ്ങനെ പറയാം? AES 128 എന്ന് പറയുമ്പോൾ അവിടെ കീ ലെങ്ത് 128 ആവും. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് എപ്പോഴും 128 ആയതുകൊണ്ട് AES 128, AES 192 ആൻഡ് AES 256 എന്നുള്ള രീതിയിലാണ് AESനെ നെയിമിങ് ചെയ്യുന്നത്, അൽഗോരിതത്തിനെ നെയിം ചെയ്യുന്നത് കേട്ടോ, കാരണം ഇതിന്റെ കീ സൈസിനനുസരിച്ച്. നെക്സ്റ്റ് ദ ഇൻപുട്ട് ടു എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ അൽഗോരിതം ഇസ് എ സിംഗിൾ 128 ബിറ്റ് ബ്ലോക്ക്. ഓക്കെ, ഇനി സ്റ്റേറ്റ് അറേ യൂസ് ചെയ്തിട്ടാണ് 4x4 മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഓരോന്നും 16 ബൈറ്റ് ഉണ്ടാവും. ഈ 16 ബൈറ്റുള്ള ഓക്കെ 16 ബൈറ്റ് ആയിട്ടുള്ള ഈ ഒരു മെസ്സേജിന്, അതായത് 128 ബിറ്റ്സ് ആയിട്ടുള്ള മെസ്സേജിനെ നമ്മൾ ഒരു 4x4 സ്ക്വയർ മാട്രിക്സിന്റെ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക സ്റ്റേറ്റ് അറേയില്. അപ്പൊ സ്റ്റേറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട്. അപ്പൊ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്കൊരു ഔട്ട്പുട്ട് മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇൻപുട്ടിലും പ്ലെയിൻ ടെക്സ്റ്റ് ഒരു മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് സൈഫർ ടെക്സ്റ്റും കിട്ടുന്നത് ഒരു മെട്രിക്സ് തന്നെയാണ്. ഓക്കെ, okay, then similarly the key is depicted as square matrix of bytes. This is expanded to array of key schedule words. Okay, keyയും ഒരു സ്ക്വയർ മാട്രിക്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ എന്ന് വരുന്നത് ഓക്കെ, this is the encryption and decryption of AES. AESന്റെ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ വരുന്നത്. അപ്പൊ AES നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ ഇതാണ് എക്സ്പാൻഡ് കീ. അപ്പൊ 16 ബൈറ്റ് കീനെ നമ്മൾ എക്സ്പാൻഡ് കീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓക്കെ ഇത് ഒരു റൗണ്ടാണ്. നമ്മൾ 10 റൗണ്ട് ഉണ്ടെന്ന്, ദിസ് ഇസ് 1 റൗണ്ട്. ഈ ആഡ് റൗണ്ട് കീ എന്ന് പറഞ്ഞാൽ
ഓക്കെ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സ്റ്റെപ്സ് ആണ് ഇവിടെ വരുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ, പെർമ്യൂട്ടേഷൻ, പിന്നെ എക്സോർ, അങ്ങനെ 4 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ, പെർമ്യൂട്ടേഷൻ, എക്സോർ, അരിത്തമാറ്റിക് ഓപ്പറേഷൻ എന്ന രീതിയിൽ. അതുപോലെ ഇവിടെ 4 ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്സ്, അതാണ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ദെൻ ഷിഫ്റ്റ് റോസ്. ഷിഫ്റ്റ് റോസ് പറയുമ്പോൾ അവിടെ ഷിഫ്റ്റ്, ഇവിടെ ഫുൾ സബ്സ്റ്റിറ്റ്യൂട്ട് ടെക്നിക് ആണ് എക്സെപ്റ്റ് ദിസ് ഷിഫ്റ്റ് റോസ്. ഷിഫ്റ്റ് റോസ് പറയുമ്പോൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാണ്. സോ അതിനാണ് എന്താ പറയുക, പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷൻ. അപ്പൊ ദിസ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, പെർമ്യൂട്ടേഷൻ ഷിഫ്റ്റ് റോസിൽ നടക്കുന്നു, മിക്സ് കോളത്തിലാണ് നമ്മുടെ ഓപ്പറേഷൻസ് നടക്കുന്നത്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ആഡ് റൗണ്ട് കീ. ആഡ് റൗണ്ട് കീയിലാണ് നമുക്ക് എക്സോറിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി ഒരു എൻക്രിപ്ഷനിലാണെങ്കിലും ഡിക്രിപ്ഷനിലാണെങ്കിലും ആഡ് റൗണ്ട് കീ ആയിരിക്കും ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലിപ്പോ റൗണ്ട് 10 റൗണ്ട് ഉണ്ട്. ഓക്കെ, റൗണ്ട് 1 to 10 ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത് 0th റൗണ്ട് എന്നാ പറയാ. സോ ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പോകുന്നത് ആഡ് റൗണ്ട് കീയിലോട്ടാണ്. ഈ ആഡ് റൗണ്ട് കീ ആണ് നമ്മൾ 0th റൗണ്ട് എന്ന് പറയാം. അതായത് അത് വെച്ചിട്ടാണ് തുടങ്ങുക. ദെൻ ഫസ്റ്റ് റൗണ്ട്, ദിസ് ഇസ് ദ 0th റൗണ്ട് എന്ന് പറയും. ദെൻ ഫസ്റ്റ് റൗണ്ടിൽ വരുന്നതാണ് 4 സ്റ്റെപ്സ് കൂടിയതാണ് ഓരോ റൗണ്ടും. സോ ഫസ്റ്റ് റൗണ്ട് മുതൽ n-1th റൗണ്ട് വരെ. അപ്പൊ ഇവിടെ 10 റൗണ്ട് 128 ബിറ്റിന്റെയാണ് ഞാൻ പറയുന്നത്. 128 ബിറ്റിലാണ് 10 റൗണ്ട്. മറ്റേതാണെങ്കിൽ 12, ദെൻ 256 ആണെങ്കിൽ 14, അങ്ങനെയാണല്ലോ വരുന്നത്. 192 ആണെങ്കിൽ 12. അപ്പോൾ ഈ 28 ബിറ്റിൽ 10 റൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ n-1 റൗണ്ട് വരെ 4 സ്റ്റേജസ് ഉണ്ടാവും. അതായത് 9th റൗണ്ട് വരെ ഇത് 4 സ്റ്റേജസ് ഉണ്ടാവും. ദിസ് ഇസ് റൗണ്ട് 1. അതിൽ 4 സ്റ്റേജ് ഉണ്ടാവും. ദാറ്റ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോസ്, മിക്സ് റോസ്, ആഡ് റൗണ്ട് കീ. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ് ഇനി വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും നെക്സ്റ്റ് ടൈമിൽ. ഇനി നെക്സ്റ്റ് ഇത് ഉണ്ടോ, അങ്ങനെ സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് ഒക്കെ ഈ 4 സ്റ്റെപ്പ് ഉണ്ട്. 9th റൗണ്ടിലും അതുപോലെ തന്നെ 4 സ്റ്റെപ്പ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ, ഷിഫ്റ്റ് റോസ്, മിക്സ് കോളംസ്, ആഡ് റൗണ്ട് കീ. ഇനി ലാസ്റ്റ് റൗണ്ടിൽ 3 സ്റ്റെപ്പേ ഉള്ളൂ. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ, ഷിഫ്റ്റ് റോസ്, ആഡ് റൗണ്ട് കീ. ഇവിടെ മിക്സ് കോളംസ് ഇല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോസ്, ആഡ് റൗണ്ട് കീ. അപ്പോൾ ഇവിടെ നോക്കൂ, ആഡ് റൗണ്ട് കീ വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആഡ് റൗണ്ട് കീ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു എൻക്രിപ്ഷന്റെ കേസ് വരുന്നത്. ഓക്കെ, ആഡ് റൗണ്ട് കീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ റൗണ്ടിലും 4 സ്റ്റേജസ് ഉണ്ട്. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ മാത്രം 3 സ്റ്റേജ് ഉള്ളൂ. മിക്സ് കോളംസ് ഇല്ല. പിന്നെ ഇതിൽ യൂസ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ എക്സ്പാൻഡ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 60 കീ നമ്മൾ 128 ബിറ്റ് കീ ആണ്, അതായത് 16 ബൈറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ആ കീനെ എക്സ്പാൻഡ് കീ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ W എന്നുള്ള ടേമിലാണ് കൊടുക്കുന്നത്. W0,3. അപ്പൊ 3യിൽ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. റൗണ്ട് കീയിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കീ യൂസ് ചെയ്യും, എക്സ്പാൻഡ് കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എക്സ്പാൻഡ് കീ ഇവിടുന്ന് എടുത്തിട്ട് ഓരോ റൗണ്ട് കീയിലോട്ടും കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ എക്സ്പാൻഡ് കീ ഇവിടുന്ന് എടുത്തിട്ട് റൗണ്ട് കീ, ഇവിടുന്ന് എടുത്തിട്ട് റൗണ്ട് കീ, ഇവിടുന്ന് എടുത്തിട്ട് റൗണ്ട് കീ. റൗണ്ട് കീയിൽ മാത്രമാണ്, അപ്പൊ റൗണ്ട് കീയിൽ മാത്രമാണ് ഇവിടെ എക്സോർ നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ എക്സോർ ഓപ്പറേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, ഷിഫ്റ്റ് റോസിൽ പെർമ്യൂട്ടേഷൻ നടക്കും, അതായത് നമ്മൾ ട്രാൻസ്പോസിഷൻ നടക്കും, മിക്സ് കോളംസിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നടക്കും, ആഡ് റൗണ്ട് കീയിൽ എന്താ നടക്കുന്നത്, എക്സോർ ആണ് നടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് കീ ആവശ്യമുള്ളത്. ആഡ് റൗണ്ട് കീയിലാണ് കീ ആവശ്യമുള്ളത്. സോ ആഡ് റൗണ്ട് കീയിൽ ഫിക്സ്ഡ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സ്പാൻഡ് കീ യൂസ് ചെയ്തിട്ടാണ് റൗണ്ട് കീയിലോട്ട് കീ കൊടുക്കുന്നത്. ഇനി 16 ബൈറ്റ് കീനെ നമുക്ക് ഇങ്ങനെ W0,3 ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ കീനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ W എന്നുള്ള ഫോമില് ഓക്കെ റോസും കോളംസും വെച്ചിട്ടാണ് നമ്മൾ കീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആഡ് റൗണ്ട് കീ അത് 0th റൗണ്ട് ആണ്. ഫസ്റ്റ് വെറുതെ ഒരു ആഡ് റൗണ്ട് കീ വന്നിരിക്കുകയാണ്. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് വന്ന ഉടനെ ഇവിടെ ഒരു എക്സോർ ചെയ്യുന്നുണ്ട്. ഈ ആഡ് റൗണ്ട് കീയിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് W0,3. അപ്പൊ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് W1,4. ഓരോന്നിലും ഓരോ ചേഞ്ച്. ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ ഇവിടേക്ക് കീ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടുന്ന് W ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ഈ W-ന്റെയും 3-ന്റെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജിൽ W0,3 വെച്ച് തുടങ്ങുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ഇവിടെ വരുന്നത് W1,4, ഇവിടെ വരുമ്പോൾ 2,5, ഇവിടെ വരുമ്പോൾ 3,6, ഇവിടെ വരുമ്പോൾ 4,7. സോ ആഡ് റൗണ്ട് കീയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ 3 ആഡ് ചെയ്യാന്ന് ആലോചിച്ചാലും മതി. സോ ഇതിന്റെ കൂടെ 1, 2, 3, 4 4 സ്റ്റേജ് കൂടുമ്പോഴാണ് ഇത് വരുന്നത്. സോ 0,3ന്റെ കൂടെ 4 കൂട്ടിയാൽ W4,7, 4, 3,4 is 7. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കീ ആണ് W4,7. നെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് 4 കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ W8, ഇവിടെ 4 കൂട്ടിയ 11. അപ്പൊ നെക്സ്റ്റ് 4, അങ്ങനെ ഓരോ 4 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആഡ് റൗണ്ട് കീയിലോട്ട് കീ വരുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പാൻഡ് കീ ഈ സെയിം എക്സ്പാൻഡ് കീ ആണ് എൻക്രിപ്ഷനിലും ഡിക്രിപ്ഷനിലും യൂസ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷനിൽ ഒരു ചേഞ്ചും ഇല്ല. അവിടെ എങ്ങനെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്റ്റെപ്സ് ഒരുപോലെ തന്നെ. ഈ ഡിക്രിപ്ഷൻ ഓക്കെ, ഇപ്പൊ ഈ സെയിം കീ ആണ് ഡിക്രിപ്ഷൻ, ഇവിടെ യൂസ് ചെയ്യുന്ന സെയിം കീ ആണ് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന സെയിം കീ ആണ് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്യുന്ന കീ ആണ് 10 ഓക്കെ 9th റൗണ്ടിൽ യൂസ് ചെയ്യുന്ന, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 10th റൗണ്ടിൽ യൂസ് ചെയ്യുന്ന കീ ആണ് 0th റൗണ്ടിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിക്രിപ്ഷൻ പറയുമ്പോൾ നമ്മൾ എൻക്രിപ്ഷൻ പോലെ തന്നെ ഇത് എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും ആഡ് റൗണ്ട് കീ വെച്ചിട്ടാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും ആഡ് റൗണ്ട് കീ വെച്ചിട്ടാണ്. ഓക്കെ, ആഡ് റൗണ്ട് കീ വെച്ചിട്ടാണ്. ഇവിടെയുള്ള സെയിം പ്രോസസ് ചെയ്യുന്ന ആഡ് റൗണ്ട് കീ ചെയ്തു. പിന്നെ നമുക്ക് ഷിഫ്റ്റ് റോസ് ആണ്, അതിന് ഇൻവേഴ്സ് ഷിഫ്റ്റ് റോസ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇൻവേഴ്സ് സബ് കീ ആണ്. ഓക്കെ, സോ ഇൻവേഴ്സ് സബ് കീ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ്സിനെ സബ് ബൈറ്റ്സ് എന്ന് പറയും, സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റിനെ സബ് ബൈറ്റ് പറയും. അപ്പൊ ഇൻവേഴ്സ് സബ് ബൈറ്റ് ചെയ്തു, ദെൻ ആഡ് റൗണ്ട് കീ ചെയ്തു, ഇൻവേഴ്സ് മിക്സ് കോളംസ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മള് ഒരു റൗണ്ട് വരുന്നത്. അപ്പൊ ഈ ഒരു റൗണ്ടിൽ വരുന്ന ഇത്രയാണ് 4 സ്റ്റെപ്സ് വരുന്നുണ്ട്. ആഡ് റൗണ്ട് കീ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഫസ്റ്റ് റൗണ്ട് 0 ആയിട്ട് കൊടുക്കാം. ദെൻ റൗണ്ട് 1 ആയിട്ട് കൊടുക്കുന്നത് ഇതിന്റെ എല്ലാം ഇൻവേഴ്സ് ഷിഫ്റ്റ്, ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതിന് നേരെയായിട്ട് ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട്, ആഡ് റൗണ്ട് കീ, ദെൻ ഈ മിക്സ് കോളത്തിന് നേരെ ഇൻവേഴ്സ് മിക്സ് കോളം. ഇതാണ് ഫസ്റ്റ്. ദെൻ സെക്കൻഡ് അങ്ങനെ പോവും. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് 9th വണ്ണും ഇതുപോലെ 4 ഉണ്ടാവും. ദാറ്റ് ഇസ് മിക്സ് കോളത്തിന് പകരം ഇൻവേഴ്സ് മിക്സ് കോളം, ആഡ് റൗണ്ട് കീന് പകരം ആഡ് റൗണ്ട് കീ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ഉണ്ടാവും, അതിന് പകരം ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്. ഓക്കെ, ഇൻവേഴ്സ് എടുക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റേജേ ഉള്ളൂ, അതായത് ഇൻവേഴ്സ് റൗണ്ട് ഇല്ല. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് ഷിഫ്റ്റ് കോളം, ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്സ് ആൻഡ് ആഡ് റൗണ്ട് കീ. ഇവിടെ ഇൻവേഴ്സ് കോളം ഇല്ല. അപ്പൊ ഇവിടെയും സെയിം പോലെ ഇവിടെ ലാസ്റ്റ് 10th റൗണ്ടിൽ 3 സ്റ്റേജേ ഉള്ളൂ. സെയിം പോലെ ഡിക്രിപ്ഷനിലും ലാസ്റ്റ് 10th റൗണ്ടിൽ 3 സ്റ്റേജേ ഉള്ളൂ, ഇൻവേഴ്സ് മിക്സ് കോളംസ് ഇല്ല. ഇത്രയാണ് എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ പറയുന്നത്. ഓക്കെ, ഇൻപുട്ടും സ്റ്റേറ്റ് അറേയും ഔട്ട്പുട്ട് ആണ്. ദിസ് ഇസ് ഇൻപുട്ടും സ്റ്റേറ്റ് അറേയും കൂടിയും ചെയ്താൽ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടി. ഇവിടെയാണ് കീയും അതുപോലെ തന്നെ എക്സ്പാൻഡഡ് കീയും. ഇതാണ് കീ എങ്കിൽ കീ ഒരു 4x4 മെട്രിക്സ് ആണെങ്കിൽ എക്സ്പാൻഡഡ് കീ W ആണ്. അപ്പൊ W എക്സ്പാൻഡ് ചെയ്തിട്ട് 128 ആയിട്ട്, അപ്പോൾ W എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് വരും. അപ്പോൾ ഇത് ഓരോ റൗണ്ടിലും നമ്മൾ ഓരോ കീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു റൗണ്ടിൽ ഒരു കീ ആണ് യൂസ് ചെയ്യുന്നത്, പ്ലസ് 0th റൗണ്ടിൽ ഒരു കീയും. സോ നമുക്ക് ടോട്ടലി 10 റൗണ്ടിൽ 11 കീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കീ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് മനസ്സിലായില്ല. 0W ആയിട്ട് നമ്മൾ ഓരോന്നിനും 4 ആയിട്ട് കൂട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു എൻക്രിപ്ഷൻ റൗണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞത് ഒന്നും കൂടി പറയാണ്. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്, നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ് ഉണ്ടാവും. ഈ ഇൻപുട്ട് സ്റ്റേറ്റ് എന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റിൽ അല്ലെങ്കിൽ സബ് ബൈറ്റ്സിലാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ്സിൽ നമ്മൾ പോകുമ്പോൾ എസ് ബോക്സ്, ഓക്കെ, ഒരു 16 എക്സ് ബോക്സ് ഉണ്ടാവും. അപ്പൊ ഈ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാം, എസ് ബോക്സ് ഈ ഓരോ സ്റ്റേറ്റിൽ നമുക്ക്, ഓക്കെ, ഇത് നമ്മളൊരു 4x5 മെട്രിക്സ് ആണ് റെപ്രസെന്റ് ചെയ്യുക. അതിനെ നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് 4x5 മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു റോ മെട്രിക്സ് ഒക്കെ എഴുതുമ്പോൾ ഇതിലത്തെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, എസ് ബോക്സിലൂടെ പാസ് ചെയ്യും. ദിസ് ഇസ് സബ് ബൈറ്റ്സ്, ഇതാണ് സബ് ബൈറ്റ്സ്. എന്നിട്ട് എസ് ബോക്സിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഇവിടെ സ്റ്റേറ്റിൽ വരുന്നത്. പിന്നെ വരുന്ന എക്സ് ബോക്സിലൂടെ പാസ് ചെയ്ത ഔട്ട്പുട്ട്. എസ് ബോക്സിലൂടെ പാസ് ചെയ്തിട്ട് പിന്നെ വരുന്നതാണ് എന്ത്, ഷിഫ്റ്റ് റോസിലൂടെ പാസ് ചെയ്യും. ഷിഫ്റ്റ് റോസിലൂടെ പാസ് ചെയ്തിട്ട് പിന്നെ സ്റ്റേറ്റ് ഈ ഒരു ഫോമിലാവും, അതായത് ചേഞ്ച് ചെയ്തു. പിന്നെ ഷിഫ്റ്റ് ബോക്സിലൂടെ ഷിഫ്റ്റ് റോസ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യുന്നത് മിക്സ് കോളാണ്. ഇത് മിക്സ് കോളത്തിലൂടെ പാസ് ചെയ്ത് ഇനി ഓരോ ഇതിന്റെ ഓക്കെ, ഈ 4 പ്രോസസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി പറയും. ഇതാണ് മിക്സ് കോളം ചെയ്യുന്നത്. മിക്സ് കോളം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സ്റ്റേറ്റ് കിട്ടും. എന്നിട്ട് അതിനെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന റൗണ്ട് കീ ആണ്, ആഡ് റൗണ്ട് കീ. ആഡ് റൗണ്ട് കീ അറിയുമ്പോൾ ഇവിടെയാണ് XOR വരുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഓക്കെ, ഇവിടെ പെർമ്യൂട്ടേഷൻ ആണ്. ഷിഫ്റ്റ് റോസിൽ ചേഞ്ച് ചെയ്തു, നമ്മൾ റോസും കോളംസ് ഒക്കെ ചേഞ്ച് ചെയ്തു, അതായത് പെർമ്യൂട്ടേഷൻ ആണ് വരുന്നത്, ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ മിക്സ് കോളംസിൽ ഇവിടെ എന്താ പറയുക, ഇവിടെ ഉണ്ടാവും ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ ആഡ് റൗണ്ട് കീയിലാണ് നമ്മൾ XOR ചെയ്യുന്നത്. നമ്മൾ 4 സ്റ്റെപ്സ് പറഞ്ഞാൽ XOR ഒക്കെ ഓരോന്നിലും ഓരോ റൗണ്ടിലും ഒരു R0, R1, R2 ആൻഡ് R15 ഓരോ ഇതിനായിട്ട് നമ്മൾ XOR ചെയ്യാണ് കീനായിട്ട്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് സ്റ്റേറ്റ്. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ജസ്റ്റ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കീ എക്സ്പാൻഷൻ ഫംഗ്ഷൻ, കീ എന്ന് പറയുമ്പോൾ n+1 കീസ് ഉണ്ട്. അപ്പൊ നമ്മൾ n=10 ആയതുകൊണ്ട് 11 കീസ് ഉണ്ട്, കാരണം 0ത്തിൽ ഒരു കീ വരുന്നുണ്ട്. ഓക്കെ, AES ഫീസ് സ്ട്രക്ചർ അല്ല നമ്മൾ പറഞ്ഞു. ഈ 4 ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് AESൽ നമ്മൾ പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിനെ സബ് ബൈറ്റ് എന്ന് പറയും, ഷിഫ്റ്റ് റോസ്, മിക്സ് കോളംസ്, ആഡ് റൗണ്ട് കീ. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് പറയുമ്പോൾ ഒരു എസ്ബോക്സ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് പെർഫോം ബൈറ്റ് ബൈ ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബ്ലോക്ക്. നമ്മൾ കണ്ടു, ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓരോ കോളത്തിൽ ഓരോ ബൈറ്റ് ആണ്. അങ്ങനെ 16 ബൈറ്റ് കൂടിയതാണെന്ത് നമ്മുടെ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. സോ ഇതാണ് ഓരോ ബൈറ്റ്, ഓരോ കോളം ഇതിലത്തെ ഓരോ ബൈറ്റ് ആണ്. ഓക്കെ, ഇതിലത്തെ ഓരോന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിലത്തെ ഓരോന്ന് 16 ഉണ്ടാവുന്നത് ഓരോ ബൈറ്റ് ആണ്. ഓരോ ബൈറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൽ വരുന്നത്. ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ ഷിഫ്റ്റ് റോസ് പറയുമ്പോൾ സിമ്പിൾ പെർമ്യൂട്ടേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. മിക്സ് കോളം പറയുമ്പോൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് മേക്ക് യൂസ് ഓഫ് അരിത്തമാറ്റിക് ഓവർ ഗാലോസ് ഫീൽഡ് ഓഫ് ടു റേസ്. ഇവിടെ ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് മിക്സ് കോളത്തിൽ. ആഡ് റൗണ്ട് കീ നമ്മളൊരു എക്സോർ ആണ് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ് വൈസ് എക്സോർ ആണ്, സിമ്പിൾ എക്സോർ പ്രോസസ് ആണ് ചെയ്യുന്നത് എക്സ്പാൻഡഡ് കീ യൂസ് ചെയ്തിട്ട്. For both encryption and decryption, the cipher begin with the add round key stage. നമ്മൾ ഓൾറെഡി പറഞ്ഞു, add round key stage യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷനിലാണെങ്കിലും ഡിക്രിപ്ഷനിലാണെങ്കിലും ഇത് തുടങ്ങുന്നത്. ഓക്കെ, ഇനി സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, ഈ സ്കീം എഫിഷ്യന്റ് ആണ് ആൻഡ് ഓൾസോ ഇസ് ഹൈലി സെക്യൂർ. ഈ സ്റ്റേജ് ഇസ് റിവേഴ്സിബിൾ. ഓരോ സ്റ്റേജ് റിവേഴ്സിബിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ആണെങ്കിലും, അതായത് ഡിക്രിപ്ഷൻ നമ്മളൊക്കെ റിവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. ആഡ് റൗണ്ട് കീയിലാണെങ്കിലും അവിടെ എക്സോർ റിവേഴ്സിങ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഈ ഒരു റിസൾട്ട് നോക്കിയാൽ എ എക്സോർ ബി പറയുമ്പോൾ ബി എക്സോർ ബി ഈസ് 0, സോ എ ഇസ് ദ ആൻസർ. സോ നമ്മൾ എക്സോറും ഇൻവേഴ്സ് ചെയ്യാണ്. പിന്നെ ഡിക്രിപ്ഷൻ അൽഗോരിതത്തിൽ എക്സ്പാൻഡ് കീ റിവേഴ്സ് ഓർഡറിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൗ ഡിക്രിപ്ഷൻ അൽഗോരിതം എൻക്രിപ്ഷൻ അൽഗോരിതത്തിന് ഈക്വൽ അല്ല, ഡിഫറെന്റ് സൈസിലാണ്, ഡിഫറെന്റ് രീതിയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ ഓഫ് AES വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.